ഇന്ന് ഈ കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ശരീരത്തോട് ദൈവത്തിൻ്റെ സഭ ചെയ്യുന്ന പാപങ്ങൾ അതോർത്താൽ നമുക്ക് തല വിറയ്ക്കുന്ന, തല പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള പാപങ്ങൾ ചെയ്തിട്ടാണ് ഈ കർത്തൃമേശ എടുത്തിട്ട് വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ വളർന്ന ആൾക്കാരാണ്. അവിടെ പറമ്പിൽ പണിയുന്ന ആൾക്കാരും എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഫുഡ് കഴിക്കുന്നത്. പക്ഷേ പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല അങ്ങോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്കറിയാം, ഒരു സിറിയൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്ന ഒരു പയ്യനെ പെൺകുട്ടി ആലോചിക്കില്ല. ഇന്ന് ഞങ്ങളുടെ സഭ ഫേസ് ചെയ്ത വിഷയം അത് ഇപ്പോഴല്ല, അത് പതുക്കെ നിങ്ങളെല്ലാം കേൾക്കും. പാസ്റ്റർമാരാണ് പറയുന്നത് ഇത് അനുവദിക്കില്ല. ഇറ്റ്സ് ഹൊറിബിൾ. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ പലതായി വിഭജിച്ച് ഒരു ഭാഗത്തെ സിറിയൻ ക്രിസ്ത്യാനിയെന്നും മറ്റേ ഭാഗത്തെ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടെന്നും വേറെ ഭാഗത്തെ ദളിതരെന്നും എല്ലാം വേർതിരിച്ച് കല്യാണം നടത്തുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കില്ല. ഇവരെന്നിട്ട് ഒന്നിച്ച് വന്നൊരു കർത്തൃമേശെടുക്കലൊരു കെട്ടിപ്പിടുത്തമുണ്ട്. ഹൗ ഹൊറിബിൾ വിൽ ബി ദാറ്റ്? ദൈവം എങ്ങനെയായിരിക്കും അതിനെ കാണുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ പറയാൻ ഭാഗ്യമായി കർത്താവ് ഇങ്ങേരുടെ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പിള്ളേരുടെ കല്യാണം നടന്നു. കല്യാണം നടക്കാത്ത ആൾക്കാർ പറയായിരിക്കും ഇനിയിപ്പോൾ എന്തോ ചെയ്യും, മിണ്ടാൻ പറ്റുമോ? പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ കർത്താവ് നിങ്ങളോട് തീർച്ചയായിട്ടും മറ്റുള്ളവരെ നിസ്സാരരെന്ന് കണ്ട കൊലപാതകത്തിൻ്റെ കീഴിൽ ഇത് വരും. ഞാനിത് പറയാൻ കാരണം, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന അനേകം പെൺകുട്ടികൾ വിവാഹം കഴിക്കാതെ ഇപ്പോഴും നിൽപ്പുണ്ട്. ഞാൻ കല്യാണം കഴിച്ചത് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളെയാണ്. മിഷണറി ആയിരുന്നു, ഓൾറെഡി മിഷണറി ആയിരുന്ന ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നെ ഒരു ബന്ധു പറയാം, നീ എന്നാലും ഹിന്ദുവിനെ കല്യാണം കഴിക്കും നിങ്ങൾ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഏത് ഹിന്ദു? ഐ മാരിഡ് എ ക്രിസ്ത്യൻ, എ മിഷണറി. നോ, ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് പിള്ളേർ ഇതൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക് ചെയ്യണമെന്നാണ്. യൗവനക്കാരല്ല ഇത് ബ്രേക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാപങ്ങളിലൊന്നാണ് ഈ ജാതി തിരിച്ചുള്ള സെഗ്രിഗേഷൻ. വി ക്യാൻ ബ്രേക്ക് ഇറ്റ് ഓൺലി ഇഫ് ദ യങ്സ്റ്റേഴ്സ് കം അപ്പ് ആൻഡ് ടെൽ ദെയർ പേരൻസ്, ഞങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിനെതിരെ പാപം ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഡിഫൈ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. കാരണം അതല്ലാതെ പോവില്ല. ഇത് എത്ര തൂത്താലും ഈ ജാതി പോവില്ല. നിങ്ങൾക്ക് നല്ല ദേഷ്യം കൊണ്ട് വരുന്നുണ്ടെന്നറിയാം, അതവിടെ ഇരിക്കട്ടെ.